നമസ്കാരം. 2 വർഷത്തെ നിശബ്ദത. പെട്ടെന്നൊരു രാത്രി പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തുറ്റ സൈന്യത്തിന്റെ കവചം ചതിയിലൂടെ തകർത്തെറിഞ്ഞ് നടത്തിയൊരു ആക്രമണം. സമാധാനപൂർവ്വം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഏഷ്യൻ രാജ്യങ്ങളെ ഒട്ടാകെ അസ്വസ്ഥതയിലേക്ക് നയിച്ച ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം നടന്നിട്ട് 8 മാസം ഇപ്പോൾ പിന്നിടുകയാണ്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും സംഘർഷഭരിതമാണ് അവിടമെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അത്ര തന്ത്രപരമായ ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തന്നെ ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കുമോ? ഈ ഒരു സംശയം ഉയർന്നു വന്നിരുന്നു. പുറത്തു നിന്നുള്ള ഏതോ ഒരു ശക്തിയുടെ പിന്തുണയിലാണ് ഇസ്രായേലിനെ പോലെ കരുത്തുറ്റരായ രാജ്യത്തെ അങ്ങോട്ട് ചെന്ന് മുട്ടാൻ ഹമാസ് ധൈര്യപ്പെട്ടതെന്ന അനുമാനങ്ങൾ അന്ന് തന്നെ ഉണ്ടായതാണ്. എന്നാൽ ആര് സംശയിക്കുമെന്ന ചോദ്യമായിരുന്നു ബാക്കി. എന്നാൽ ഇപ്പോൾ ഇതിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. ഹമാസിന് ചൈനയുടെ സഹായം കൃത്യമായി ലഭിച്ചുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അൽ അഖ്സ ഫ്ലഡിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കരങ്ങളുണ്ടെന്ന വിവരം ഇസ്രായേലിന്റെ തന്നെ ഏജൻസികളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയ റെയ്ഡുകളിൽ ഗാസയിലെ ഹമാസിന്റെ വെയർ ഹൗസുകളിൽ നിന്നും വൻതോതിലുള്ള ചൈനീസ് ആയുധങ്ങൾ കണ്ടെടുത്തിരുന്നു. ചൈനയുടെ പ്രതിനിധികളും ഹമാസ് നേതൃത്വവും തമ്മിൽ ആശയവിനിമയം നടന്നു എന്നതിനെ സാധൂകരിക്കുന്ന നിർണായക തെളിവുകളും ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. ചൈനീസ് റോക്കറ്റ് സാങ്കേതിക വിദ്യയും എന്തിന് ചൈനീസ് നിർമ്മിത അത്യാധുനിക ഗ്രനേഡുകളും പരിശോധനയിൽ കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു. ഗാസ നഗരത്തിന് കീഴിൽ തുരങ്കങ്ങളുടെ വലിയ ശൃംഖല നിർമ്മിക്കാൻ ഹമാസിന് വിപുലമായ ചൈനീസ് സഹായം നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ 2 ടണൽ എഞ്ചിനീയർമാരാണ് തുരങ്ക നിർമ്മാണത്തിനായി ഒപ്പം നിന്നിരിക്കുന്നത്. കൂടാതെ ഹമാസിന് ചൈനയുടെ ഏജൻസികൾ സൈനിക പരിശീലനം വരെ നൽകിയെന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പീപ്പിൾസ് ലിബറേഷൻ ആർമി തന്നെയാണ് ഇതിന് പിന്നിലുമുള്ളത്. ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരനും ഹമാസ് മിലിറ്ററി വിങ്ങിന്റെ തലവനുമായ മുഹമ്മദ് ദെയ്ഫ് വർഷങ്ങളോളം സൈനിക പരിശീലനം നടത്തിയതും ഇവരുടെ സഹായത്തോടുകൂടി തന്നെയാണ്. ഇയാൾക്ക് ചൈനീസുകാരികളായ 2 പങ്കാളികൾ പോലും ഉണ്ടെന്നാണ് ഉയർന്നു വരുന്ന ആരോപണം. എന്നാൽ ഇത്രയേറെ ചൈന ഹമാസിനെ പിന്തുണയ്ക്കാൻ കാരണം എന്താവും? ഇരുചെവി അറിയാതെ ഈ ഒളിച്ചുകളിക്ക് പിന്നിൽ എന്തെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമുക്കറിയാം, തങ്ങൾക്ക് ലാഭമില്ലാത്ത ഒരു പണിക്കും ചൈന ഇറങ്ങി പുറപ്പെടില്ല എന്നതാണ് ആദ്യത്തെ കാര്യം. ലോകശക്തിയായി വളരുമ്പോൾ ചോദ്യം ചെയ്യാൻ പോലും ധൈര്യപ്പെടാനാകാതെ ശത്രു രാജ്യങ്ങളെ തളർത്തുക എന്നതാണ് ചൈനയുടെ ഒരേ ഒരു ലക്ഷ്യം. കൂടെ നിർത്താനും ബലപ്രയോഗത്തിനുമെല്ലാം ചൈനയ്ക്ക് കുറച്ച് കളിപ്പാവകളെ വേണം. അതിന് ചെറു രാജ്യങ്ങളെ ചീന വലയിട്ട് പിടിച്ചാലേ കാര്യമുള്ളൂ എന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. ശത്രുവിന്റെ ശത്രുമിത്രം എന്നൊക്കെ പറയില്ലേ, ആ ലൈന് തന്നെയാണ് ചൈനയ്ക്കുമുള്ളത്. പശ്ചിമേഷ്യയിൽ ചൈനീസ് ആധിപത്യം നന്നായി പുഷ്ടിപ്പെട്ട് വളരാൻ വിലങ്ങുതടിയായി നിൽക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ബുദ്ധിമുട്ടിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഒരു സംഘർഷമുണ്ടായാൽ രോഗം 2 ചേരികളായി തിരിഞ്ഞ് പരസ്പരം പോർ വിളിക്കുമെന്ന് ചൈനയ്ക്കും നന്നായിട്ടറിയാം. ഈ പഴുതിലൂടെ ചൈനയ്ക്ക് തങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യാം. അങ്ങനെ നോക്കിയാൽ ഗാസയിലും ഇസ്രായേലിലും ഇത്രയ്ക്കും രക്തമൊഴുക്കാൻ കാരണം ചൈനയാണെന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്.